ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലീനുകളൊക്കെ എന്തായാലും വീട്ടിലെന്തായാലും ബോറടിച്ച് നിൽക്കാൻ പറ്റുന്നുള്ള കേസ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഫ്രാങ്ക്ലീനുകളൊക്കെ ചുമ്മാ എന്തെല്ലാം ചില്ല് ചെയ്യാനായിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ് കേസൊക്കെ. എന്ത് ചെയ്യാനല്ല കേസ്, ഭയങ്കര ബോറടികളൊക്കെയാണ്. ബോറടിച്ചടിച്ചടിച്ചടിച്ച് പണ്ടാറടങ്ങി കേസ്. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയാണ്. ഞാൻ ചുമ്മാ ബീച്ച് വരെ പോയിട്ട് എന്നാലും വരെയാണ്. ഓക്കെ, നമ്മളെന്തായാലും ഏകദേശം നമ്മുടെ വീട്ടിലോട്ട് എന്നാലും ഏകദേശം എത്താറായിട്ടെന്നാലും ഉണ്ട് കേസ്. ഈ ഒരു എന്താണ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേസ് നമ്മുടെ വീടെന്ന് വെച്ചാലൊക്കെ. ഭയങ്കര ബോറടികളൊക്കെയാണ്. അത് മാത്രമല്ല ഇന്നെന്തായാലും സൺഡേയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ച് വേറെ പണിയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേസ് ചെയ്യാനായിട്ടൊക്കെ. നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടികളൊക്കെയാണ് പിന്നെ ഫുള്ളായിട്ട് എന്നാലും സർവീസിനുകളൊക്കെ എന്തായാലും കൊടുത്തേക്കാണ് കേസൊക്കെ. ഫുള്ളായിട്ട് സർവീസ് ചെയ്ത് എന്നാലും കിട്ടുന്നതാണ്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മസ്താങ്ങും പിന്നെ ഒരു BMW പിന്നെ ഒരു GTR നമ്മളെന്തായാലും സർവീസിന് കൊടുത്തേക്കാണ്. നമുക്കപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യട്ടെ. നമ്മുടെ വണ്ടികളൊക്കെ എന്തായാലും എപ്പോൾ കിട്ടുമെന്ന് അതറിയണം. നമ്മൾ 3 സർവീസ് ചെയ്യാനായിട്ട് കൊടുത്തേക്കാണ്. ഓക്കെ, നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്തു എന്തായാലും ചുമ്മാ കുറച്ച് നേരം എന്തായാലും എന്നെ ചുമ്മാ ചെടിയെ കണ്ടിരിക്കുകയാണ് കേസൊക്കെ. ഭയങ്കര ബോറടിയാണ് കേസ്. എന്ത് ചെയ്യാനല്ല കേസൊക്കെ. സൺഡേ പ്രത്യേകിച്ച് വേറെ ചെയ്യാനോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേസ്. നമുക്ക് ചുമ്മാ ചെടികളൊക്കെ നോക്കിക്കുക. നമുക്കെന്തായാലും നേരെ ഇവിടെ ഗാർഡനിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ നോക്കിക്കുക. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ആണെങ്കിലല്ലോ ഒരു ചെറിയുടെ ഒരു ട്രീകളൊക്കെ ഉണ്ടാക്കിയാൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കെന്തായാലും ആ ചെറി ട്രീന്ന് കുറച്ച് ചെറി പറിച്ച് കഴിക്കാം കേസൊക്കെ. അല്ലാതെ ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ചെറിയങ്ങളൊക്കെ എന്തായാലും പറിച്ചെന്തെല്ലാം തിന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഗാർഡൻ്റെ ഇടയിലായിട്ട് ഞാൻ എന്തായാലും ഒരു ചെറിയൊരു ട്രീകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുവഴി കുറേ ചെറി കിട്ടും. ഓക്കെ, നമ്മളങ്ങനെ കുറച്ച് ചെറിയങ്ങളൊക്കെ നല്ല തിന്നിട്ട് എന്നാലും തിരിച്ചെന്നാലും നമ്മുടെ വീട്ടിലോട്ട് എന്നാലും കയറി പോവുകയാണ്. ഓക്കെ, നമുക്ക് എന്നാലും ചുമ്മാ നമ്മുടെ ചെടിയൊക്കെ ഒന്ന് കണ്ട് നിൽക്കാം. ഇതെന്താണ് ഇവിടെ കിടക്കണ? ഗൈസ്, ഒരു കാറിൻ്റെ ഒരു ബമ്പറുകളൊക്കെ ഇവിടെ കിടക്കുകയാണ്. ഇത് ഏത് കാറിൻ്റെ? നമ്മുടെ കാറിൻ്റെ ഒന്നുമല്ല കേസ്. ഓക്കെ ഓക്കെ, ഇത് ഏത് വണ്ടിയുടെ ബമ്പർ? നമ്മുടെ കയ്യിൽ പിന്നെ റെഡ് വണ്ടി ഒന്നും തന്നെ ഇല്ല. നമ്മുടെ കയ്യിലുള്ള ചില ഓറഞ്ച്, ബ്ലാക്ക്, വൈറ്റ്. ഓക്കെ, പക്ഷെ ഇവിടെ ഏതോ റെഡ് വണ്ടിയുടെ ബമ്പർ കേട. ഇതെന്തോണ് ഗായ്സ്? ഇതെന്തോണ് എൻ്റെ അമ്പോ? ഇതെന്തോടാ ഗായ്സ്? നമ്മുടെ ഗാർഡൻ്റെ അകത്തൊരു വണ്ടി കിടക്കുകയാണ്. ഇത് ഏത് വണ്ടിയാടാ? ഇത് ഏത് വണ്ടിയാണെന്ന് എനിക്കൊരു ഐഡിയ തന്നില്ല. നമുക്ക് നല്ല നൈസായിട്ട് നല്ല ഈ വണ്ടിയുടെ അകത്തുനിന്ന് കയറാം. എൻ്റെ ഫുള്ള് ചെടികളൊക്കെയാണ് കേസ്. നമ്മളെ ഗാർഡനിൽ ഫുള്ള് നമ്മൾ ചെടി നട്ട് വെച്ചേക്കണ കാരണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റണല്ലോ കേസ്. ഓക്കെ, ഇത് ഏത് വണ്ടിയാണെന്ന് എനിക്കൊരു ഐഡിയ തന്നില്ല. നോക്കുന്നാലും എൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കയറി എന്നാലും നമുക്ക് നോക്കാം. എൻ്റെ ഭയങ്കര ചെടിയാണ് കേസ്. ഓക്കെ, ചെടി കൊണ്ട് നിൽക്കാൻ പറ്റണല്ലോ കേസ്. ഓക്കെ ഓക്കെ, നമുക്ക് ഈ വണ്ടിയിൽ എങ്ങനെ നൈസായിട്ട് കയറിയിട്ടുണ്ട്. ഇത് ഏത് വണ്ടിയാണെന്നൊരു ഐഡിയ തന്നില്ല. ഫുള്ളായിട്ട് ചെടിയായതുകൊണ്ടൊന്നും കാണാൻ പറ്റണില്ല പക്ഷേ ഇത് ഏത് വണ്ടിയാണെന്നൊരു ഐഡിയ തന്നില്ല. നമുക്ക് ഈ വണ്ടി ഒന്ന് ബാക്കിലോട്ട് എടുക്കാം. ഈ വണ്ടി എന്നാലും നല്ല രീതിക്ക് എന്തായാലും കേസ് നമ്മുടെ പുല്ലിൻ്റെ ഇടയിലും കണക്കി എന്തായാലും കിടക്കണം. ഈ വണ്ടിയാണെന്ന് എടുക്കാനേ പറ്റണില്ല കേസ്. ഞാൻ എന്നാലും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ കേസ്, ഒരുവിധം വണ്ടി എന്നാലും ഇറങ്ങി വന്നിട്ട് നമുക്ക് എന്തായാലും ഒന്നെന്തായാലും ഫ്രണ്ട് എടുത്തിട്ട് നമുക്ക് എന്തായാലും ഒന്നെന്തായാലും ഫുള്ളായിട്ടൊന്ന് ബാക്ക് എടുക്കാം കേസ്. അല്ലാതെ ഇപ്പോൾ വേറെ വഴിയില്ല. വണ്ടിയാണെങ്കിൽ അനങ്ങണേ ഇല്ല കേസ്. മൊത്തത്തിൽ എന്തായാലും ഇവിടെ പെട്ട് കിടക്കുകയാണ് കേസ്. ഓക്കെ, എൻ്റെ അമ്മ ഇത് എന്താണല്ലേ? ഈ വണ്ടി ഫുള്ളായിട്ട് ഇവിടെ സ്റ്റക്കായി കിടക്കണ കേസ്. മൊത്തത്തിൽ ഉള്ള മരമെല്ലാം കേസ് നമ്മൾ നട്ടു വെച്ചേക്കാണ്. ഓക്കെ, പിന്നെ ഇത് ഇങ്ങനെയാണ് നമ്മൾ വണ്ടി എടുക്കും കേസ്. ഓക്കെ ഓക്കെ, ഫൈനലി ആ ഒരു വണ്ടികളൊക്കെ വെടിയെടുത്ത് ഏത് വണ്ടിയാണെന്ന് എനിക്കൊരു ഐഡിയ തന്നില്ല ചേട്ടാ. ഓക്കെ സാർ, എനിക്ക് ബാക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇതെന്ന് വെച്ചാൽ അവിടെ കോനിസേക്കിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നത്. നോക്കട്ടെ ഇത് ഏത് വണ്ടിയാണെന്നൊരു ഐഡിയ തന്നില്ല. നമ്മളെന്തായാലും നമ്മുടെ വീടിൻ്റെ വെളിയിലെടുത്ത് എൻ്റെ ആരാണ് ഈ അവിടെ വീടിൻ്റെ ഗാർഡൻ്റെ ഇടയിൽ ഈ വണ്ടി ഇട്ടെന്നാണ് ഞാൻ ആലോചിക്കണേ. ഇത് ഏത് വണ്ടി ഗായ്സ്? ഇതിവിടെ കോനിസേക്കൊക്കെയാണ് ഗായ്സ്. ഇതെന്ന് വെച്ചാൽ കേസ് നമ്മുടെ കോനിസേക്കിൻ്റെ കാറാണ്. എൻ്റെ മോനെ, കോനിസേക്കിൻ്റെ കാറാണ്. ആരാണെന്ന് കേസ് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാർ ഇവിടെ കൊണ്ടിട്ടാൽ നമ്മുടെ വീടിൻ്റെ ആ ഒരു ഏതാണ് പുല്ലിൻ്റെ ഇടയിൽ കിടന്നതാണ് കേസൊക്കെ. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും പ്ലെയിനിലോ വല്ലതും തൂക്കിയെടുത്തുകൊണ്ട് പോയ സമയത്ത് അതിൽ നിന്ന് വീണ സമയത്ത് നമ്മുടെ വീട്ടിൽ ഒന്ന് ഇടിച്ച് വീണപ്പോൾ മൊത്തത്തിൽ പൊളിഞ്ഞ് ഈ അവസ്ഥയിലായതായിരിക്കും. എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഇത് മൊത്തത്തിൽ പൊളിഞ്ഞിടക്കണം. പക്ഷേ ഈ വണ്ടി നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഓടുന്നുണ്ട്. ടയറിനൊക്കെ ചെറിയ ഡാമേജ് ഉണ്ട്. പുല്ലിൻ്റെ ഇടയിൽ കിടന്ന വണ്ടിയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഓടുന്നുണ്ട് കേട്ടോ. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ ഇപ്പോൾ ഞാൻ ഈ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഓടിക്കുകയാണ്. വലിയ
തിരക്കേടില്ലാത്ത പ്രശ്നങ്ങളില്ലെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം ഗൈസ്, ഈ വണ്ടി ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഓർഡർ സ്ഥിതിക്ക് നമ്മുടെ ബെന്നിയില്ലേ, നമ്മുടെ ബെന്നീരയിൽ ഈ വണ്ടി നൈസായിട്ട് കൊണ്ടു കൊടുക്കാം ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ വണ്ടി ഒന്ന് ഫുള്ളായിട്ടൊന്ന് പണി സെറ്റാക്കി എന്നാലും ഇറക്കാം. ഓക്കെ, നമ്മളങ്ങനെ നൈസായിട്ട് എന്നാലും ഈ പൊളിഞ്ഞ് തവിടുപൊടിയാൽ നമ്മുടെ കോനിസേക്കും കൊണ്ട് നേരെ അവിടെ ബെന്നിയുടെ ഗറാജിലോട്ട് വന്നിട്ട് നമ്മളങ്ങനെ ബെന്നിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമ്മുടെ ബെന്നി പറഞ്ഞാൽ ഈ വണ്ടി റെഡിയാക്കാൻ പക്ഷേ കുറേ പൈസയാണെന്നാണ് പറയുന്നത്. അതൊന്നും ഒരു സീനല്ല. ഓക്കെ, നമ്മുടെ ഇഷ്ടം പോലെ ക്യാഷൊക്കെ ഉള്ളതാണ് ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ ഈ വണ്ടി പണി സെറ്റാക്കി ഇറങ്ങും, എന്നിട്ട് ഇതങ്ങ് നമുക്ക് എടുക്കാം ഗൈസ്. 2000 years later. ഓക്കെ ഗൈസ്, നമ്മളെന്നാലും ഇവിടെ ഇപ്പോൾ നമ്മൾ കുറേ നേരമായിട്ട് നല്ല വെയിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളങ്ങനെ കുറേ നേരത്തിന് ശേഷം ഫൈനലി ഗൈസ് നമ്മുടെ കോനിസേക്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പണി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. വണ്ടി ഫുള്ളായിട്ട് സെറ്റാക്കി പണിഞ്ഞ് പക്ക അടിപൊളി വണ്ടിയൊക്കെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, യെസ് ഗൈസ്, ഇതാണ് ഗൈസ് നമ്മുടെ കോനിസേക്ക്. എൻ്റെ ഓർമ്മ നമ്മുടെ ബെന്നി നല്ല രീതിക്ക് എന്തായാലും പണിയെടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഫുള്ളായിട്ട് വണ്ടി പണിക്ക് സെറ്റാക്കി ഒരു അടിപൊളി ലുക്കിലോട്ട് മാറ്റിയിട്ടുണ്ട്. വണ്ടിയുടെ കളർ മൊത്തത്തിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കളഞ്ഞ് ഒരു റെഡ് കളർ വണ്ടിയായിരുന്നു, അത് മൊത്തത്തിൽ നമ്മളെന്തായാലും ഒരു ഗ്രീൻ കളറാക്കിയെടുത്ത്. ഗ്രീൻ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പം ആ പൊളിഞ്ഞിടക്കണ കോനിസേക്കെന്നേ പറയത്തില്ലേ. സോ ഏകദേശം എത്ര ഒരു 50 ലക്ഷം രൂപ ആയിട്ടുണ്ട് കേസ് ഈ വണ്ടി ശരിയാക്കാനായിട്ട്. ഈ വണ്ടിക്ക് അല്ലാതെ തന്നെ ഏകദേശം ഒരു $100 മില്യൺ ഒക്കെ വരും കേസ്. ഓക്കെ, ഇത്രയും ശരിയാക്കാനായിട്ട് തന്നെ അത്യാവശ്യം നല്ല പൈസ ആയിട്ടുണ്ട് കേസ്. ഓക്കെ, അതുകൊണ്ട് അങ്ങ് സൂക്ഷിച്ച് കണ്ടൊക്കെ ഓടിക്കാം എൻ്റെ പൊന്ന് കേസ്. അങ്ങനെ നമ്മുടെ കാർ കളക്ഷനിലോട്ടൊരു പുതിയൊരു കാറോടെ കിട്ടിയേക്കാണ് കേസ്. ഓക്കെ, നമ്മുടെ ബാക്കി കാറൊന്നും കിട്ടിയിട്ടില്ല, അതൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. ഓക്കെ, നമുക്കിനി അതൊക്കെ എടുക്കാനായിട്ട് പോകണം കേസ്, നമ്മുടെ ബാക്കിയുള്ള വണ്ടികൾ. ഓക്കെ, നമുക്കങ്ങനെ ഒരു പുതിയൊരു വണ്ടി കൂടെ കിട്ടിയേക്കാണ് കേസ്. ഓക്കെ, അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്കങ്ങനെ ഒരു കോനിസേക്കും കൂടെ കിട്ടിയേക്കാണ്. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണക്ക് ഒരു ചെറിയൊരു സ്റ്റോറി വീഡിയോ കണക്കാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റോറി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, അപ്പം ഇതുവരെ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുള്ള ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ വീഡിയോസ് എനിക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.